ഷെയ്ഖ് റഹിമഹുള്ള പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൗഹീദിൻ്റെ വിഷയത്തിലാണ്. കാരണം തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് പിഴവുകൾ ഉണ്ടായിരുന്ന സമൂഹമാണ്. അപ്പോൾ അവരെ തൗഹീദ് പഠിപ്പിക്കുകയാണ് ചെയ്തത്. തൗഹീദ് വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഫിഖ്ഹും ഹദീസും അതുപോലെ തന്നെ സ്വഭാവങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതിനിടയിലും തൗഹീദും വിശ്വാസപരമായ കാര്യങ്ങളും അദ്ദേഹം ധാരാളമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു മുസ്ലിമായ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അവലംബമാക്കി ജീവിക്കണം. മറ്റൊരാളുടെ മുന്നിലും കീഴ്പ്പെടുകയോ മറ്റൊരാളെയും ഭയപ്പെടുകയോ അവരിലേക്കൊന്നും അഭയം തേടി പോവുകയോ ചെയ്യാൻ പാടില്ല എന്നങ്ങനെയുള്ള തൗഹീദിൻ്റെ ബാലപാഠങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ബിദ്അത്തുകൾ അവയെ ഉപേക്ഷിക്കണം, ബിദ്അത്തുകളെ സൂക്ഷിക്കണം എന്ന ആളുകൾക്കിടയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ദഅവത്തായിരുന്നു ഇതൊക്കെ. കാര്യമായും തൗഹീദ്, അതുപോലെ തന്നെ ബിദ്അത്തുകൾക്കെതിരെയുള്ള പ്രബോധനം, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം, ദീനിനെ കുറിച്ച് മനസ്സിലാക്കണം, റസൂലിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ പ്രമാണബദ്ധമായി മനസ്സിലാക്കണം. ഈ അടിസ്ഥാന തത്വങ്ങളാണ് ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ കൂടുതലായും കേന്ദ്രീകരിച്ചിരുന്നത്. തൗഹീദും ശിർക്കും പഠിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ മഗ്രിബിനും ഇശാഇനും ഇടയിലുള്ള സമയത്തും ഷെയ്ഖ് റഹിമഹുള്ള ജനങ്ങൾക്കിടയിൽ ആളുകളെ പറഞ്ഞയക്കും. ഇങ്ങനെ തൗഹീദിൻ്റെ പ്രബോധനം സജീവമായി ആളുകൾക്ക് ഹൃദയങ്ങളിലേക്ക് തൗഹീദ് ധാരാളമായി എത്തിക്കാൻ തുടങ്ങി.